നമസ്തേ. വടക്കൻ വോട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം അറിയാൻ ഇനി ഒരു രാത്രിയുടെ കാത്തിരിപ്പ് മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രം. ജമ്മു, ശ്രീനഗർ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ഹരിയാന, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. അതിൻ്റെ ഫലമാണ് നാളെ വരുന്നത്. ജമ്മുവിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ജമ്മു കാശ്മീർ അടക്കമുള്ള ജമ്മു കാശ്മീരിലും ഹരിയാനയിലും എല്ലാം നാളെയാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. 90 മണ്ഡലങ്ങളാണ് ജമ്മു കാശ്മീരിലുള്ളത്. 10 വർഷത്തിന് ശേഷം, ഒരു ദശാബ്ദത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അത് മാത്രമല്ല, സമാധാനപരമായി ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അത് വലിയ നേട്ടം തന്നെയാണ്. എന്തായാലും ജനങ്ങൾ സംവിധാനം അവർ വിനിയോഗിച്ചു കഴിഞ്ഞു. നാളെ അതിൻ്റെ ഫലം വരുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ തൂക്കുമന്ത്രിസഭ എന്നുള്ള എക്സിറ്റ് പോളുകൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കിട്ടിയിട്ടുള്ളത്. ജമ്മുവിൽ നിന്നും പറയാൻ കഴിയുന്നത് എന്താണ്? 10 വർഷത്തിന് ശേഷം നടക്കുന്ന ജനവിധിയെപ്പറ്റി എന്താണ് ജിഷ്ണു പറയാൻ സാധിക്കുക? തീർച്ചയായും ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് രാജ്യം മുഴുവൻ കാതോർത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ലോകം മുഴുവൻ ജമ്മു കാശ്മീരിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തരത്തിലാണ് പുരോഗമിച്ചതെന്നും അതിൻ്റെ ഫലം എന്തായിരിക്കും എന്നുള്ളത് കാത്തിരിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് ശ്രീനഗറിലാണ്. നാളെ ശ്രീനഗറിൽ നിന്ന് കശ്മീർ താഴ്വരയിലെ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിൻ്റെ തത്സമയ വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ശ്രീനഗറിൽ നിന്ന് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്താൻ സാധിക്കും. കശ്മീർ മേഖലയിൽ 47 മണ്ഡലങ്ങളും ജമ്മുവിൽ 43 മണ്ഡലങ്ങളുമായി ആകെ 90 മണ്ഡലങ്ങളുള്ള ജമ്മു കാശ്മീർ 3 ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ആദ്യം നമുക്ക് വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ചൊന്ന് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനം 10 വർഷത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനപ്പുറത്തേക്ക് ഒരു 3.5 പതിറ്റാണ്ടിന് ശേഷം പൊതുജനങ്ങൾ നിർഭയമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ പങ്കാളിയായിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം മുതൽ വോട്ടെടുപ്പ് വരെയും അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളിലും ജനങ്ങൾ നിർഭയമായി പങ്കെടുത്തുകൊണ്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടപടിക്രമങ്ങളാണ് പൂർത്തിയായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു രാത്രിക്കപ്പുറം നാളെ രാവിലെ പുറത്തു വരുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അതിൽ ലാഭമുണ്ടാക്കിയാലും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരം നേടുകയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയാലും ഇത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. സമാധാനപരമായി നിർഭയമായി ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് ജമ്മു കാശ്മീരും ഭാരതത്തിൻ്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെയും വോട്ടെടുപ്പ് ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ ചരിത്രപരമായ പ്രാധാന്യം ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട്. അപ്പം രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇന്നലെയാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരു എക്സിറ്റ് പോളും ഒരു മൃഗീയമായ ഭൂരിപക്ഷം കോൺഗ്രസ് NC സഖ്യത്തിനോ അല്ലെങ്കിൽ BJPക്കോ ആർക്കെങ്കിലും ഒരു മൃഗീയമായ ഭൂരിപക്ഷം 46 എന്ന കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് അധികാരം നേടാനുള്ള പ്രാപ്തി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉണ്ടാകും എന്നുള്ള പ്രവചനം നൽകിയിട്ടില്ല. അതുകൊണ്ട് തുടക്കം മുതൽ നമ്മൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഒരു തൂക്കുമന്ത്രിസഭയ്ക്ക് തന്നെയായിരിക്കും ജമ്മു കാശ്മീരിൽ നാളെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിന് പിറകെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിയുക. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഒരു പോസ്റ്റ് പോൾ അലയൻസ് എത്തരത്തിൽ ജമ്മു കാശ്മീരിൽ രൂപം കൊള്ളും എന്നുള്ളതെല്ലാം വളരെ കൗതുകകരമായ രാഷ്ട്രീയ ചലനങ്ങൾ ജമ്മു കാശ്മീരിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. കാരണം ജമ്മുവിനെ സംബന്ധിച്ചും കശ്മീരിനെ സംബന്ധിച്ചും രണ്ടും തീർത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യം, ഭൂപ്രദേശം പോലെ തന്നെ രണ്ടും തീർത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് രണ്ട് മേഖലകളിലും ഒരുപോലെ കഴിവ് തെളിയിച്ചുകൊണ്ട് 46 മുകളിലേക്ക് സീറ്റുകൾ നേടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കശ്മീർ താഴ്വരയിൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധ്യതയുള്ളത് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസിനാണ്. ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ കോൺഫറൻസ് 30 മുകളിലേക്ക് സീറ്റുകൾ കശ്മീർ മേഖലയിലെ മണ്ഡലങ്ങളിൽ, 47 മണ്ഡലങ്ങളാണ് കശ്മീർ മേഖലയിലുള്ളത്. അതിൽ ഏകദേശം 30-നടുത്ത് മണ്ഡലങ്ങളിലേക്ക് നാഷണൽ കോൺഫറൻസിന് മികവ് തെളിയിക്കാനാകും എന്നുള്ളൊരു വിലയിരുത്തലാണ് നിലവിൽ രാഷ്ട്രീയ വിദഗ്ധരുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ജമ്മു മേഖലയിലാകട്ടെ 43 മണ്ഡലങ്ങൾ, അവിടെ ഏകദേശം 25-നും 30-നും മുകളിൽ സീറ്റുകളിലേക്ക് BJPക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതുമാണ് നിലവിലെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ
നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഒരു 40-ന് മുകളിലേക്ക് അംഗങ്ങളെ കണ്ടെത്താൻ സാധിക്കുമോ, അതല്ലെങ്കിൽ BJP ഒരു സഖ്യ സർക്കാരിന് ജമ്മു കാശ്മീരിൽ രൂപം നൽകുമോ എന്നുള്ളതെല്ലാം അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഈ ഒരു രാത്രി പുലർന്നതിന് ശേഷം നാളെ ഫലപ്രഖ്യാപനത്തിൻ്റെ ആദ്യ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആദ്യ സൂചനകൾ വന്നതിന് ശേഷം വലിയ സജീവമായ രാഷ്ട്രീയ ചർച്ചകൾ ഏതായാലും ജമ്മു കാശ്മീരിൽ നടത്തും. ജമ്മു സെക്ടറിൽ BJP നേട്ടം കൊയ്യും. ഒപ്പം കശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇത്തവണ നാഷണൽ കോൺഫറൻസിനാണ് മുൻതൂക്കം. 2014 കഴിഞ്ഞ 10 വർഷം മുമ്പ് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അവിടെയും നാഷണൽ കോൺഫറൻസിന് 15 സീറ്റുകൾ മാത്രമായിരുന്നു കശ്മീർ മേഖലയിൽ നേടാൻ സാധിച്ചത്. PDP ആകട്ടെ വലിയ നേട്ടം 10 വർഷങ്ങൾക്ക് മുൻപ് കശ്മീരിൽ ഉണ്ടാക്കി 28 സീറ്റുകൾ നേടിക്കൊണ്ട് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നത് മെഹബൂബ മുഫ്തിയുടെ PDP ആയിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം 2024 എത്തിയപ്പോഴും പഴയൊരു പ്രതാപം കശ്മീരിൽ ഇപ്പോൾ PDPക്കില്ല എന്ന വിലയിരുത്തലാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. വളരെ വ്യക്തമാണ് ജിഷ്ണു. നമുക്കറിയാം ശ്രീനഗറിൽ നിന്നും നമുക്ക് ജമ്മു കാശ്മീരിലെ വിശേഷങ്ങൾ സമ്പൂർണ്ണമായി അറിയാൻ വേണ്ടിയിട്ട് ഗൗതം അനന്തനാരായണൻ കൂടി ചേരുകയാണ്. ഗൗതം, ഇവിടെ ജിഷ്ണു പറഞ്ഞത് ജനാധിപത്യത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ജമ്മു കാശ്മീരിലെ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ്. കാരണം 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, അത് മാത്രമല്ല 370-ാം വകുപ്പ് അത് റദ്ദാക്കിയ ശേഷം നടക്കുന്ന ജനവിധി, അത് മാത്രമല്ല സമാധാനപരമായി നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അപ്പോൾ അവിടെ പ്രധാനമായും BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് ഉണ്ട്, PDP തുടങ്ങിയ പാർട്ടികളുമുണ്ട്. ഈ എക്സിറ്റ് പോളുകളെല്ലാം പുറത്തു വരുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. എങ്കിൽ പോലും ജനാധിപത്യത്തിൽ 10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ഭാരതത്തിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ കരുത്തു പകരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നാളത്തെ ഫലം എങ്ങനെ വന്നാലും നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് അത് കൂടുതൽ കരുത്തു പകരുമെന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ലല്ലോ ഗൗതം അനന്തനാരായണൻ. വിനോദ്, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയയിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് നാം വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലാണ് ഈ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ഈ സംസ്ഥാനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്രഭരണ പ്രദേശമായി മാറിയ പഴയ സംസ്ഥാനം പലപ്പോഴും തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുകയും അല്ലെങ്കിൽ ഭീകരവാദികളുടെയും വിഘടനവാദികളുടെയും ഭീഷണിയെ തുടർന്ന് വോട്ടെടുപ്പുകൾ ബഹിഷ്കരിക്കപ്പെടുകയും ബോയ്ക്കോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു ജമ്മു കാശ്മീരിൻ്റെ മുൻകാല സാഹചര്യമെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പോൾ കടന്നുപോയ നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതിൽ രണ്ടിലുമുള്ള വോട്ടിംഗ് ശതമാനം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 58% പേരാണ് ജമ്മു കാശ്മീരിൽ വോട്ട് രേഖപ്പെടുത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വോട്ടിംഗ് ശതമാനം 63% ഉയർന്നിരിക്കുന്നു. നമുക്കറിയാം 58-63 എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പോളിംഗ് ടേൺ ഔട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മുൻപുള്ള തെരഞ്ഞെടുപ്പുകളുടെ വോട്ട് ശതമാനം പരിശോധിച്ച് കഴിയുമ്പോൾ കേവലം 50% താഴെ അല്ലെങ്കിൽ 40% താഴെയൊക്കെ ആയിരുന്നു അന്നത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് എങ്കിൽ 2024 നടന്നിട്ടുള്ള ഈ 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഇതിൽ രണ്ടിലും വലിയ വോട്ടിംഗ് ശതമാനം ഉണ്ടായി എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം കേന്ദ്ര സർക്കാരിനും BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്നത് നേരത്തെ ജിഷ്ണുവും വിനോദും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ മരവിപ്പിച്ച ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 370 മരവിപ്പിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കശ്മീരിൻ്റെ പ്രത്യേക സ്റ്റാറ്റസ് എടുത്തു കളയേണ്ടതായിരുന്നു. അതായിരുന്നു ജനഹിതം. ജനങ്ങൾക്ക് കൂടുതൽ പൗരസ്വാതന്ത്ര്യം ലഭിക്കുന്നതും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാൻ കഴിയുന്നതുമൊക്കെ ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്ന ഘട്ടത്തിലാണ് എന്ന് കൃത്യമായി തന്നെ വിലയിരുത്താൻ കഴിയുന്ന തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും രൂപപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നാളെ 8 മണിയോടുകൂടി പോളിംഗ് കൗണ്ടിങ് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകൾ പലതും പുറത്തു വന്നിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ജമ്മുവിലാണ്. ജമ്മുവിലെ BJP ആസ്ഥാനത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോഴും റാം മാധവ് ഉൾപ്പെടെയുള്ള BJPയുടെ
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഭാരിയായിട്ടുള്ള റാം മാധവ് ഉൾപ്പെടെയുള്ളവർ ഈ പിന്നിൽ കാണുന്ന BJP ആസ്ഥാനത്ത് ഇപ്പോഴുമുണ്ട്. ചില നിർണായകമായ ചർച്ചകൾ ഇവിടെ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തുകയാണ്. BJPയെ സംബന്ധിച്ച് ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്നത് 25-നും 30-നും ഇടയിൽ സീറ്റുകൾ ലഭിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നതാണ്. BJP നേതൃത്വം തന്നെ വിശദീകരിക്കുന്നത് ജമ്മു മേഖലയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 25-നും 30-നും ഇടയിൽ സീറ്റുകൾ ലഭിച്ച് നിയമസഭയിലെ ഏറ്റവും നിർണായക കക്ഷിയായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് പ്രാദേശിക കക്ഷികളെ ഒപ്പം ചേർത്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കും എന്ന് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീരിൽ അധികാരത്തിലിരുന്നത് BJP PDP സർക്കാരായിരുന്നു. മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിൽ BJPയും സഖ്യം ചേർന്നുകൊണ്ട് ജമ്മു കാശ്മീരിൽ ഭരണത്തിലിരിക്കുകയും പിന്നീട് ആശയപരമായ ഭിന്നതകളെ തുടർന്ന് ആ സഖ്യം ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഒരു രാത്രി മാത്രം ശേഷിക്കെ ജമ്മു കാശ്മീരിൽ BJP ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വിനോദ്, വളരെ വ്യക്തമാണ്. തിരികെ എത്താം. ജമ്മു കാശ്മീരിൽ നിന്നാണ് ഗൗതം അനന്തനാരായണൻ വിവരങ്ങൾ നൽകിയത്. ഇനി ഹരിയാനയിലെ വിവരങ്ങൾ കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ചണ്ഡീഗഡിൽ നിന്നും നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം ഹരിയാന നിയമസഭയിലും 90 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ 10 വർഷമായി 2 തവണയായി BJPയുടെ ഭരണം ആണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായും ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും ഇത്തവണയും ഭരണം നേടാം എന്നുള്ള വിശ്വാസത്തിലാണ് BJP. പക്ഷേ എക്സിറ്റ് പോളുകൾ ഫലം പുറത്തു വരുമ്പോൾ ഭൂരിപക്ഷവും അവിടെ കോൺഗ്രസിന് ഭരണം ലഭിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത്ര വലിയ ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ അവർ ഭരണത്തിലെത്തുമോ എന്നുള്ള കാര്യവും സംശയമാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പൊതുവെ ഉള്ള രാഷ്ട്രീയം നോക്കുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. എങ്കിലും BJP പ്രതീക്ഷ കൈവിടുന്നുമില്ല. എന്താണ് ഹരിയാനയിൽ നിന്നും ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? നന്ദഗോപൻ. കാണാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. 10 വർഷത്തെ BJP ഭരണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കോൺഗ്രസ് 18 ഹരിയാനയിൽ പയറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് ഒരു പ്രധാന എതിരാളി, അതായത് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു പ്രധാന മത്സരമെങ്കിലും ഒരു ചതുഷ്കോണ മത്സരം എന്ന് വേണേൽ വിലയിരുത്താം. കാരണം INLDയും JJPയും മത്സരരംഗത്ത് സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചതുഷ്കോണ മത്സരമായിരുന്നു ഹരിയാനയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, കരുത്ത് തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആം ആദ്മി പാർട്ടി 83 സീറ്റുകളിൽ മത്സരിച്ചു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായി കൈകോർക്കുവാൻ വേണ്ടി ആം ആദ്മി പാർട്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ സീറ്റ് വിഭജനത്തെ തൊള്ളിയുള്ള തർക്കത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടി 83 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ഒരേ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കാരുണ്യത്തിൽ CPMും മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ ഒരു ചതുഷ്കോണ മത്സരമായിരുന്നു ഹരിയാനയിൽ കാഴ്ചവെച്ചിരുന്നത്. നാളെ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുവാൻ വേണ്ടിയുള്ളത്. ഇതിനു മുമ്പേ തന്നെ എക്സിറ്റ് പോൾ വന്നപ്പോൾ കോൺഗ്രസിന് ആശ്വാസകരമാകുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളായിരുന്നു പുറത്തു വന്നത്. ഏതാണ്ട് 55 സീറ്റുകൾ നേടി കോൺഗ്രസ് ഹരിയാനയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നുള്ള പ്രവചനമാണ് എക്സിറ്റ് പോളുകൾ നൽകിയത്. അതേസമയം BJP ഏതാണ്ട് 15 മുതൽ 25 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നുള്ള ഫലങ്ങളുമായിരുന്നു എക്സിറ്റ് പോളുകൾ വഴി പുറത്തു വന്നിരുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷകൾ ഇപ്പോഴും BJP വെച്ചു പുലർത്തുന്നു. എക്സിറ്റ് പോളുകളിലല്ല വിശ്വാസം, ജനങ്ങളിലാണ് വിശ്വാസം. എക്സിറ്റ് പോൾ ഫലങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മറ്റൊരു കാഴ്ചയാകും. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് EVM മിഷനെ കുറ്റം പറയരുത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി അടക്കം ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ കോൺഗ്രസും വലിയ പ്രതീക്ഷയിലാണ്. മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള ചർച്ചകളിലേക്ക് ഇതിനോടകം തന്നെ കോൺഗ്രസ് കടന്നിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ ഇതിനോടകം AICC ആസ്ഥാനത്തെത്തി വിവിധ ചർച്ചകളിൽ പങ്കെടുത്തു. ആരാകും അടുത്ത ഹരിയാനയുടെ മുഖ്യമന്ത്രി എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ചണ്ഡീഗഡിൽ നിന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെ, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷത്തെ BJP ഭരണത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നേട്ടം. മാത്രമല്ല, ദേശീയ തലത്തിൽ ഗുസ്തി താരങ്ങളുടെ സമരം, അതേപോലെ തന്നെ കർഷക സമരങ്ങളൊക്കെ അവിടെ ജനങ്ങൾക്കിടയിൽ കൃത്യമായി ഉപയോഗിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. അഗ്നിവീർ പദ്ധതി അത് മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 4 വർഷത്തെ അഗ്നിവീർ സേവനം കഴിഞ്ഞ് വരുന്നവർക്ക് എവിടെയും ജോലി കിട്ടില്ല
സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം. അതേപോലെ തന്നെ കർഷകരെ മുൻനിർത്തി കേന്ദ്ര സർക്കാരിനെതിരെയും അവിടെ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ പ്രക്ഷോഭം നടത്താൻ കോൺഗ്രസിന് സാധിച്ചു. ഗുസ്തി താരങ്ങളുടെ സമരം അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഹരിയാനയിലുടനീളം വലിയ പ്രചരണങ്ങൾ നടത്തി. അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി തന്നെ ഗുസ്തി താരം വിനീഷ് ഫോഗട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരവും അവിടെ ആളിക്കത്തിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം അവിടെ ഏറ്റവും നിർണായകം 27% വരുന്ന ജാട്ട് ജനത തന്നെയാണ്. അതായത് മറ്റ് ഒരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള ജാതി രാഷ്ട്രീയത്തിൻ്റെ വിളനിലമാണ് ഹരിയാന എന്ന് വേണം സൂചിപ്പിക്കാൻ. ഈ ജാട്ട് രാഷ്ട്രീയം ആണ് അവിടുത്തെ ഗതി തീരുമാനിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷം മുൻ പരിശോധിച്ചാൽ, അതായത് BJP അധികാരത്തിലിരുന്ന 10 വർഷം പരിശോധിച്ചാൽ ജാട്ട് സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും ഒരു ജാട്ട് ഇതര മുഖ്യമന്ത്രിയെ അവിടെ എത്തിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലവും BJP ഭരണം മുന്നോട്ട് കൊണ്ടുവരുന്നത്. ജാട്ട് സമൂഹത്തിനിടയിൽ ഇതിനെതിരെ വലിയ വികാരം ഉണ്ടായി. അത് കൃത്യമായി മുതലെടുക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു. മാത്രമല്ല ജാട്ട് രാഷ്ട്രീയ പാർട്ടി എന്നറിയപ്പെടുന്ന JJPയും INLDയും വളരെ ശക്തമായ പ്രചരണം കാഴ്ചവെച്ച് രംഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം ഈ ജാട്ട് ഇതര വോട്ടുകൾ ആണ് BJP ലക്ഷ്യം വെക്കുന്നത്. 27% ജാട്ട് സമൂഹം കഴിഞ്ഞാൽ അവിടെ സിഖ് സമൂഹമുണ്ട്, ഗുജർ സമൂഹമുണ്ട്, ബ്രാഹ്മണ സമൂഹമുണ്ട്, മറ്റ് SC ST OBC സമുദായങ്ങളുണ്ട്. ഈ വോട്ടുകളാണ് പ്രധാനമായും BJP ലക്ഷ്യം വെക്കുന്നത്. അതായത് കോൺഗ്രസ് കൃത്യമായി അവിടെ ജാട്ട് രാഷ്ട്രീയം കളിക്കുമ്പോൾ BJP ജാട്ടിതര രാഷ്ട്രീയത്തിലൂടെ മറ്റ് ജാട്ടിതര വോട്ടുകൾ സമാഹരിക്കുവാനായിരുന്നു BJP ശ്രമിച്ചിരുന്നത്. ഏതാണ്ട് ഒരു അളവോളം അത് BJP അതിൽ വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം കോൺഗ്രസിൽ മുതിർന്ന നേതാക്കൾ കുമാരി ഷെൽജെ അടക്കം കോൺഗ്രസിൻ്റെ SC ST വിരുദ്ധ നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. പരസ്യമായി നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് AICC നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് കുമാരി ഷെൽജെ അടക്കം അനുനയിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും അത്തരം രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം, SC ST വിരുദ്ധ പൊളിറ്റിക്സ് ഒക്കെ വീണ്ടും അവിടെ ഹരിയാനയിൽ ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഏതായാലും സിഖ് സമൂഹത്തിൻ്റെയും അതേപോലെ തന്നെ SC ST OBC ബ്രാഹ്മണ സമൂഹത്തിൻ്റെയും വോട്ടുകൾ പൂർണ്ണമായും BJP തട്ടകത്തിലേക്ക് എത്തുമെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് BJP. അതുതന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളല്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യം മറ്റൊന്നതാകുമെന്നുള്ള BJPയുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണവും അതുതന്നെയാണ്. മാത്രമല്ല ഈ ജാട്ട് വോട്ടുകൾ കൃത്യമായി ഭിന്നിപ്പിക്കുവാൻ JJPക്കും INLDക്കും സാധിക്കും. JJPയുമായി ആസാദ് സമാജ് പാർട്ടി സഖ്യത്തിലാണ് മത്സരിക്കുന്നത്. INLDയുമായി BSP സഖ്യത്തിൽ മത്സരിക്കുന്നു. അങ്ങനെ കൃത്യമായി ജാട്ട് വോട്ടുകളിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കുവാൻ സാധിക്കും. അത് BJPക്ക് ഗുണകരമായി വരികയാണെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് വിരുദ്ധമായി BJP അവിടെ 3ാം തവണയും അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ആസ്ഥാനം AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹരിയാനയിൽ സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് പോലും കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്. നിലവിൽ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയെ നയിച്ച അല്ലെങ്കിൽ 10ൽ 5 സ്ഥാനാർത്ഥികൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിച്ചത് ഭൂപേന്ദ്ര സിംഗിൻ്റെ ശക്തമായ പ്രചരണമാണ്, നേതൃത്വമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് AICC നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. സ്വാഭാവികമായും ഭൂപേന്ദ്ര ഹൂഡയെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതേസമയം കുമാരി ഷെൽജയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇതിനോടകം തന്നെ നന്ദഗോപൻ, ഹരിയാനയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ നന്ദഗോപന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലങ്ങൾ നാളെ പുറത്തു വരും. ശ്രീനഗറിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേർന്നു. ജിഷ്ണു, നമുക്കറിയാം ഈ ജനാധിപത്യ പ്രക്രിയയിൽ നേരത്തെ ഗൗതം അനന്തനാരായണൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഉത്സവം എന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ജമ്മു കാശ്മീരിൽ നടന്നത്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് അടക്കമുള്ള തീവ്രവാദികളെ അങ്ങോട്ടേക്ക് അയച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടത്തിലും നടന്നു. പക്ഷേ നമ്മുടെ സുരക്ഷാ സൈന്യം അത് കൃത്യമായി തടയാൻ കഴിഞ്ഞു. വളരെ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു. നാളെ വോട്ടെണ്ണൽ പ്രക്രിയയിലും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടില്ലേ ജിഷ്ണു കൃഷ്ണൻ? വിനോദ്, തീർച്ചയായും വോട്ടെണ്ണലിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം വോട്ടെണ്ണലിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. വിനോദ് ചൂണ്ടിക്കാട്ടിയതുപോലെ മുൻപ് ജമ്മു കാശ്മീരിൻ്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ജനഹിതം അട്ടിമറിച്ച സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അപ്പം അക്രമങ്ങളിലൂടെ ഭയന്നുകൊണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ, പ്രചാരണത്തിനെത്താൻ ഭയന്ന കാലം ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു. 500ഉം 600ഉം വോട്ടുകളുള്ള ബൂത്തിൽ 1ഉം 2ഉം വോട്ടുകൾ മാത്രം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വലിയ മാറ്റം, വിപ്ലവകരമായ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൻ്റെ മണ്ണിലുണ്ടായി. വലിയ ജനപങ്കാളിത്തത്തോടു കൂടി തന്നെയുള്ള വോട്ടെടുപ്പ് നടന്നു. തീർച്ചയായും നാളെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിൽ നടന്നിട്ടുള്ളൊരു
വോട്ടെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമാണ് നാളെ ജമ്മു കാശ്മീർ കാത്തിരിക്കുന്നത്. ആ ഫലം ഏത് രീതിയിൽ പോയാലും അത് ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യഘട്ടത്തിൽ കശ്മീർ മേഖലയിലെ 47 മണ്ഡലങ്ങളിൽ ഏകദേശം ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ ഒരു ഈസി വാക്ക് ഓവർ, ഒരു എളുപ്പമുള്ള വിജയം നാഷണൽ കോൺഫറൻസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിന് താളം തെറ്റിച്ചുകൊണ്ടായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഒപ്പം MP എഞ്ചിനീയർ റഷീദിൻ്റെയും നേതൃത്വത്തിലുള്ള അവാമി ഇത്തിഹാദ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ പല മണ്ഡലങ്ങളിലും ശക്തരായിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നാഷണൽ കോൺഫറൻസിനെതിരെ നിർത്തുകയും ശക്തമായ മത്സരം പല മണ്ഡലങ്ങളിലും ഉണ്ടായി. അതിനപ്പുറത്തേക്ക് ബുഡ്ഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ സ്വാധീനമുള്ള ഹക്കീം യാസീൻ്റെ നേതൃത്വത്തിലുള്ള PDF-ന്റെ നേതൃത്വത്തിൽ നമ്മൾ സമയപരിമിതി മൂലം ഇടപെടുകയാണ്. നമുക്ക് ഗൗതം അനന്തനാരായണിലേക്ക് വളരെ പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതാണ്, PDP പോലുള്ള കക്ഷികളുമായി സഹകരിച്ച് BJP അവിടെ ഭരണം നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന PDP ആയാലും അതേപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് ഒക്കെ ആയാലും BJP-യുമായി സഖ്യം ചേരുന്നതിന് മറ്റ് രാഷ്ട്രീയ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു നിയമസഭ വന്നാൽ പോലും ഈ പുതിയ സഖ്യങ്ങളെ കണ്ടെടുത്തുകൊണ്ട് BJP-ക്ക് വേണമെങ്കിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി നാളെ രൂപപ്പെടാൻ സാധ്യത കൂടുതലല്ലേ ഗൗതം അനന്തനാരായണൻ? വിനോദ്, BJP ക്യാമ്പ് അത് തന്നെയാണ് വിശദീകരിക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം സർക്കാർ രൂപീകരിക്കുവാൻ ജനാധിപത്യ സ്വഭാവമുള്ള ഏതു പാർട്ടിയുമായി സഹകരിക്കുമെന്ന് BJP ജമ്മു കാശ്മീരിൽ മാത്രമല്ല BJP-യുടെ ഒരു പൊതു നയം തന്നെ അതാണ്. പക്ഷേ BJP മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത, അതോടൊപ്പം തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതുമായൊക്കെ തന്നെ ഈ വരുന്ന കക്ഷികൾ ചേർന്ന് നിൽക്കണം, അതിനെ തള്ളാൻ പാടില്ല എന്ന നിലപാട് മാത്രമേ BJP-ക്ക് ഉള്ളൂ. അതിനാൽ വിനോദ സൂചിപ്പിച്ചതുപോലെ നാളെ ഒരുപക്ഷെ നാം എല്ലാം കരുതുന്നത് പോലെ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കാണ് കളമൊരുങ്ങുന്നതെങ്കിൽ, കാരണം നിലവിലെ എക്സിറ്റ് പോളുകളും അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളുടെ ഉൾപ്പെടെ പഠനവുമെല്ലാം വിശദീകരിക്കുന്നത് ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ജമ്മു കാശ്മീരിൽ കേവല ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും കിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 2014-ലാണെങ്കിലും 2008-ലാണെങ്കിലും നടന്ന തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു തനിയാവർത്തനമാകും നാളെ പുറത്തു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്നത് തന്നെയാണ് എക്സിറ്റ് പോളുകളും അതോടൊപ്പം തന്നെ മറ്റ് സർവേകളും എല്ലാം വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സഭയിലെ ഏറ്റവും നിർണായക കക്ഷിയായി BJP മാറുകയാണെങ്കിൽ തീർച്ചയായും സഖ്യത്തിന് വേണ്ടിയുള്ള വാതിലുകൾ BJP-ക്ക് മുന്നിൽ തുറന്നു കിടക്കുകയാണ് വളരെ വ്യക്തമാണ്. ഗൗതം അനന്തനാരായണൻ വടക്കൻ വോട്ടിന്റെ തത്സമയ വിവരങ്ങളുമായി നാളെയും ജമ്മുവിൽ നിന്ന് ഗൗതം അനന്തനാരായണനും അതേപോലെ തന്നെ ശ്രീനഗറിൽ നിന്ന് ജിഷു കൃഷ്ണനും ചണ്ഡീഗഡിൽ നിന്ന് നന്ദഗോപനും നാളെ നമുക്കൊപ്പം ചേരുന്നുണ്ടാവും. രാവിലെ 8 മണി മുതൽ തന്നെ ജമ്മു കാശ്മീരിൻ്റെയും ഹരിയാനയുടെയും തത്സമയ ജനവിധി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുകയാണ്. വടക്കൻ വോട്ട് സമാപിക്കുന്നു. നമസ്തേ.